ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് പോകുന്ന പോകാട്ടോ. ഇത് ടാക്സിയിലാണ് പോകുന്നത്. റൂമിൽ കുക്ക് ചെയ്ത് ഫുഡൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഇതിവിടുത്തെ ടാക്സിയുടെ ഇൻസൈഡ് ആട്ടോ ഈ കാണുന്നത്. ഫുള്ള് ക്യാമറയുണ്ട്. അതേപോലെ തന്നെ എന്താ പറയുക, നമ്മുടെ നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ ടാക്സിയിൽ. അതായത് നമ്മുടെ മീറ്ററിനകത്ത് തന്നെ ഈ ടാക്സി ഓടിക്കുന്ന ആളുടെ ഫോട്ടോയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടാവും. അതേപോലെ തന്നെ ഇൻസൈഡ് ക്യാമറയും ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഏത് പാതിരാത്രി വേണമെങ്കിലും നമുക്കിവിടെ ഒരു ഭയമില്ലാതെ പോവാം. പിന്നെ ഈ കാണുന്ന ഇപ്പോൾ കടന്നു പോയ ബ്രിഡ്ജ് എന്ന് പറയുന്നത് ഷാർജ ദുബായ് ബോർഡർ തിരിക്കുന്ന ബ്രിഡ്ജാട്ടോ. ഞാനിപ്പോൾ ഷാർജയിൽ നിന്നും ആ ബ്രിഡ്ജ് കടന്ന് ദുബായിലേക്ക് എത്തി. ഞാൻ താമസിക്കുന്നതിന് തൊട്ടടുത്താട്ടോ. ഒരു 10-15 മിനിറ്റ് നടക്കാനുള്ളൂ എനിക്ക് ദുബായിലേക്ക്. അപ്പോൾ ഞാൻ വന്നിരിക്കുന്നത് അൽ കിസീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മുഹൈസീനയിലാണ് കേട്ടോ. അവിടുത്തെ ഒരു സ്കൂളും പരിസരമൊക്കെ ആയി കാണിക്കുന്നത്. അതിന് ശേഷം ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ അവിടെ നിന്ന് പിന്നെ വേറൊരു ടാക്സി പിടിച്ചു. നേരെ ഞങ്ങൾ വിചാരിച്ചു ലുലുവിൽ പോകാമെന്ന് വിചാരിച്ചു. കുറച്ച് പർച്ചേസും കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ലുലുവിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പോകുന്ന വഴിയിലൂടെയൊക്കെ ഇങ്ങനെ കുറച്ച് സിഗ്നലും ബസ്സും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീഡിയോ എടുത്തായിരുന്നു സിഗ്നൽ വന്ന സമയത്ത്. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ സ്ഥലത്തെയും, അതായത് ദുബായ്, അജ്മാൻ, ഷാർജ, ഈ ഒരു ഏരിയയിലെ എല്ലാ സ്ഥലത്തെയും ടാക്സിയുടെ കളറ് എല്ലാം ഡിഫറെൻറ്റാണ്. സെയിം അല്ല ടാക്സി, ഡിഫറെൻറ്റ് ടാക്സി കളേഴ്സാണ്. അതേപോലെ തന്നെ ബസ്സാണെങ്കിലും ഡിഫറെൻറ്റ് കളേഴ്സും ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ഓരോ സ്ഥലത്തോട്ടും പോകാനായിട്ട് ഓരോ നമ്പറുകളാണ് കൊടുത്തിരിക്കുന്നത് ബസ്സുകൾക്ക്. നമുക്ക് നമ്മുടെ ബാംഗ്ലൂരിലൊക്കെ പോയാൽ കാണാം അല്ലേ, നമ്പറുകളാണ് ബസ്സിന് കൊടുത്തിരിക്കുന്നത്. ഇവിടെ 14X അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ്. ഇത് നമ്മുടെ മെട്രോ ആട്ടോ. ഫാസ്റ്റിൽ പോയതുകൊണ്ട് എനിക്ക് അധികം നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഇതിവിടുത്തെ മെട്രോ സ്റ്റേഷനാണ്. മെട്രോയാണ് ആ സ്പീഡിൽ പോയത്. കണ്ടോ, പോകുമ്പോൾ ഭയങ്കര സ്ലോലിയാണ് പോകുന്നത്. കാരണം അത്യാവശ്യം നല്ല രീതിയിൽ ട്രാഫിക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പയ്യെ ലുലു മാളിലെത്തി. ഇത് നമ്മുടെ സ്റ്റേഡിയത്തിൻ്റെ അടുത്തുള്ള ലുലു മാളാട്ടോ. സാറ്റർഡേ ആയതുകൊണ്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത്യാവശ്യം ലുലു മാൾ ഇൻസൈഡിലും നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ഒരുപാട് എന്താ പറയുക, അതിനകത്ത് ഒരുപാട് എക്സ്ചേഞ്ച്, ഗോൾഡ്, മൊബൈൽ ഷോപ്പ്, സൂപ്പർ മാർക്കറ്റ്, അങ്ങനെ ഒരുപാട് ഫാൻസി, അങ്ങനെ ഒരുപാട് ഐറ്റങ്ങളുണ്ടായിരുന്നു. ഞാനപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിലൊരു വീഡിയോ ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനെ എടുത്തെന്നുള്ളൂ കേട്ടോ. നല്ല രീതിയിൽ ഇങ്ങനെയൊക്കെ ഫോണൊക്കെ പിടിച്ച് ഇങ്ങനെ ആൾക്കാരുടെ മുന്നിലെടുക്കാൻ ഒരു മടിയുള്ളതുകൊണ്ട് തന്നെ ചെറിയ രീതിയിലാണ് ഞാൻ വീഡിയോസ് എല്ലാം എടുക്കുന്നത്. അങ്ങനെ ഞങ്ങൾ എക്സിലേറ്റിൽ കയറിയിട്ട് ഞങ്ങൾ മേളത്തെ സെക്ഷനിൽ